വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ ആകത്തുകയുടെ ഒരു ചുരുക്ക വിവരണമാണ് ബഹുമാന്യനായ MLA ഇവിടെ വരച്ചു കാണിച്ചത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് എല്ലാ നന്മയുടെയും മാതൃകയാണ് എന്ന് ഇന്നെല്ലാവരും സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, MP-മാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിച്ചാലും തോറ്റാലും, ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും, മന്ത്രിയുടെ എണ്ണം 4 5 ഈ രാജ്യത്ത് എല്ലാ നന്മക്കും മുസ്ലിം ലീഗുണ്ട് എന്ന് ലീഗുകാരല്ലാത്തവർ പോലും വകവെച്ചു തന്നിട്ടുണ്ട്. മാത്രവുമല്ല, ലീഗിനോടുള്ള അന്ധമായ കുടിപ്പക ചില ആളുകൾക്ക് ലീഗിന്റെ മാന്യത കാരണമാണ്. ലീഗിന്റെ മാന്യത എതിർ ക്യാമ്പുകളിലൊക്കെ കുറെ കഷ്ടനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. ഇവരെ എത്ര പ്രകോപിപ്പിച്ചാലും പ്രകോപിതരാവില്ല. പാണക്കാട്ടെ തങ്ങളെക്കുറിച്ച് ചാനൽ ചർച്ചയിൽ അതിര് കടന്നു സംസാരിച്ചാൽ തിരിച്ച് ലീഗിന്റെ പ്രതിനിധികൾ ആരെങ്കിലും അതേ നാണയത്തിൽ വർത്തമാനം പറയും എന്ന് ചിലർ കാതോർത്തിരിക്കുമ്പോഴാണ് നല്ല ശാന്തമായ സൗമ്യമായ ഭാഷയിൽ മുസ്ലിം ലീഗ് ഇലക്കും ഉള്ളിലും കേടുപറ്റാതെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാതെ എല്ലാ രംഗത്തും നന്മ പുലർത്തിപ്പോരുന്നത്. അത് ജനകീയ സഭകളിലായാലും രാജ്യത്ത് മുസ്ലിം ലീഗ് കൈവച്ച ഏത് മേഖലയിലായാലും അതാണ് സ്ഥിതി. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, പാണക്കാട്ടെ തങ്ങന്മാർ എത്രയോ മഹല്ലത്തുകളുടെ ഖാദിയാണ്. രാഷ്ട്രീയവൽക്കരണം ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ആളുകൾ അവരൊരു ബാങ്ക് പിടിച്ചാൽ, അവരേതെങ്കിലും ഒരു സംവിധാനത്തിൽ കൈവച്ചാൽ അതെങ്ങനെയെങ്കിലും അവനാന്റേതാക്കി മാറ്റാൻ ഭഗീരഥയത്നം നടത്താറുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. നമ്മൾ ആ മഹല്ല് തല സംവിധാനത്തെ ജില്ലാ പഞ്ചായത്തിന്റെ കിഡ്നി രോഗികൾക്ക് എങ്ങനെ അങ്ങോട്ട് ഉപയോഗപ്പെടുത്താം, പൊതുനന്മയ്ക്ക് വേണ്ടി എങ്ങനെ അതിനെ ഉപകരിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ കാര്യത്തെക്കുറിച്ചും, പ്രത്യേകിച്ച് ബൈത്തുർ റഹ്മാൻ എന്താ പറഞ്ഞത്? കേരളത്തിന്റെ സ്പീക്കർ G. കാർത്തികേയൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്, റിലീഫിന് ആർക്കെങ്കിലും സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ പാണക്കാട് തങ്ങളുടെ മുസ്ലിം ലീഗിന്റെ നേരെ സല്യൂട്ട് ചെയ്യട്ടെ എന്നാണ് G. കാർത്തികേയന്റെ പ്രസംഗം. ഗണേഷ് കുമാർ നടന്മാരിരിക്കുന്ന ഒരു സമ്മേളനത്തിൽ ഇതുപോലെ അവരിൽ നിന്ന് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ റിലീഫ് നടത്തുന്ന ചർച്ച നടക്കുമ്പോൾ ആദ്യമേ പ്രസംഗിച്ചത് ഇതെങ്ങനെ നടത്തണം എന്നതാണ് നമ്മുടെ ചർച്ച. എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ഈ ഇരിക്കുന്ന സദസ്സിനറിയില്ലെങ്കിൽ അവർ പാണക്കാട് ശിഹാബ് തങ്ങളുടെ സംഘടന കേരളത്തിൽ നടത്തി കാണിച്ച പോലെയുള്ള റിലീഫാണ് നടത്തേണ്ടത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ ജില്ലയുടെ കലക്ടർ സ്വാദിഖലി തങ്ങളോടാണ് ഇന്ന ആൾക്കൊരു വീട് വേണം എന്നാവശ്യപ്പെടുന്നത്. തിരൂരിലെ ഇരിങ്ങാവൂരിൽ ആ ചടങ്ങിൽ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നാട്ടുകാരെല്ലാം പരാതിയുടെ കെട്ടുമായി കലക്ടറുടെ അടുത്തേക്ക് പായുമ്പോൾ കലക്ടർ ആ പരാതിയുടെ കെട്ടും പേറി പാണക്കാട്ടേക്ക് പായുന്ന ആ കാഴ്ച ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാണ് പറയാൻ സാധിക്കുക? ആ പാട്ടുപാടിയിട്ട് സമയം കളയുന്നവരുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനു തലചായ്ക്കാൻ മണ്ണിലിടമില്ലെന്ന് പറഞ്ഞിട്ട് മണ്ണിലിടമുണ്ടാക്കി കൊടുത്തു. നമ്മൾ ജാതി മത കക്ഷി പരിഗണനകൾക്കതീതമായി പാട്ടുപാടി സമയം തീർത്തു. ഒരു ദിവസത്തെ സമരത്തിന്റെ ചിലവ് 10 കോടിയാണ്. ഉപരോധ സമരത്തിന് ഒരു ദിവസം ചെലവായത് 10 കോടിയാണ് എന്ന് മാതൃഭൂമി പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബൈത്തുർ റഹ്മാൻ ഉണ്ടാക്കാം? പോട്ടെ, 2 CH സെന്റർ ഉണ്ടാക്കിക്കൂടെ? അതിലുണ്ടല്ലോ ഒരു CH കണാരൻ, ഒന്നുണ്ടാക്കിക്കൂടെ? ആ വഴിക്ക് പോയില്ലല്ലോ. എന്താ അതിന് മനസ്സിലാക്കേണ്ടത്? നന്മയുടെ ഭാഗത്തല്ല. പറവകൾക്ക് വെള്ളം കൊടുത്ത പാർട്ടിയായ MSF, പറവകൾക്ക് വെള്ളം കൊടുത്ത MSF ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ MSFന്റെ തളിപ്പറമ്പ് മണ്ഡലം ഖജാഞ്ചിക്ക് മരിക്കാൻ നേരത്ത് വെള്ളം കൊടുക്കാത്തവരുണ്ട്. അതീവ വ്യത്യാസമുണ്ട്, വലിയ അന്തരമുണ്ട്.
അവിടെയാ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ 51 ബൈത്തുർ റഹ്മ പ്രഖ്യാപിക്കുമ്പോ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ അന്തസ്സായിട്ട് അന്തിയുറങ്ങാൻ കഴിയാതെ TP ചന്ദ്രശേഖരൻ 51 വിട്ടുകൊടുത്താ പറഞ്ഞയച്ചത്. വ്യത്യാസം വളരെ വലുതാണ്. നമ്മുടെ പേര് മുസ്ലിം ലീഗ്, ഈ പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ ചില സംഘടനകളൊക്കെ നമ്മോട് മത്സരിക്കാൻ ചില ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു നോക്കിയപ്പോഴേക്ക് കുതിപ്പിനിടയിൽ കിതപ്പാണ്. ഒരു ചാക്ക് അരി വിതരണം ചെയ്തിട്ട് നാടൊട്ടിക്കും പോസ്റ്റർ ഒട്ടിച്ച പാർട്ടിയുണ്ട്.